ഏതായാലും ഇന്നിപ്പോൾ ഇനി രാവിലെ എസ് പിയുടെ വാർത്താ സമ്മേളനമുണ്ടല്ലേ, ജില്ലാ പോലീസ് മേധാവി എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് പിടികൂടിയത് എന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് എത്ര മണിക്കാണ് ആ വാർത്താ സമ്മേളനം? കാരണം അത് കേൾക്കാനാണ് ഇന്ന് കാത്തിരിക്കുന്നത്, ഈ ഓപ്പറേഷന്റെ ഓരോ മിനിറ്റും എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. തീർച്ചയായും മനു, രാവിലെ 10 മണിയോടുകൂടെ പാലക്കാട് എസ് പി അജിത് കുമാർ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എസ് പി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം കൃത്യമായ ചോദ്യം ചെയ്യലും മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം മാത്രമാണ് ഉച്ചയോടുകൂടിയായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കുക. അതിനാൽ തന്നെ രാവിലെ എസ് പി ഈ പ്രതിയെ പിടിച്ചതും അതേപോലെ തന്നെ പ്രതി ഒളിവിൽ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ വ്യക്തമാക്കും. പ്രതി ആദ്യഘട്ടത്തിൽ നൽകിയ ചില മൊഴികളിൽ അദ്ദേഹം ചന്താമര പറഞ്ഞത് ഞാൻ വിഷം കഴിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ മെഡിക്കൽ പരിശോധനയിലൊന്നും ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ ഈ വനമേഖലയിൽ തിരച്ചിലൊക്കെ നടക്കുമ്പോൾ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഈ തിരച്ചിൽ നടത്തുന്ന ആളുകളെയും അതേപോലെ തന്നെ പോലീസുകാരെയും ഡ്രോണും അടക്കം കണ്ടിരുന്നു എന്നൊക്കെ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച ഒരു വിവരം. അതിനാൽ തന്നെ അതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതൊക്കെ കൃത്യമായി എസ് പിയുടെ വാർത്താ സമ്മേളനത്തിൽ അത് വ്യക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ രാത്രി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ വനമേഖലയിൽ ഒളിവിൽ കഴിയുമ്പോൾ, അതായത് പോത്തുണ്ടി മലനിരകളുടെ ഇടയിൽ മരത്തിൻ്റെയൊക്കെ ഇടയിലാണ് കഴിഞ്ഞത് എന്ന് പറയുന്നു. കാട്ടാന വന്നിരുന്നു എന്നൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാട്ടാന ഒന്നും ചെയ്യാതെ അതുകൊണ്ട് തന്നെ ആന അവനെ പേടിച്ച് ഓടിക്കാണും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. സച്ചിൻ, ഒരു മിനിറ്റ്, ഞാൻ സച്ചിനിലേക്ക് വരാം. ഇപ്പോൾ നമുക്ക് ആ സുധാകരന്റെ മക്കളുടെ പ്രതികരണം, കാരണം അവർക്കാണ് എല്ലാം പോയത്, എല്ലാം നഷ്ടപ്പെട്ടു പോയത്. അമ്മയും അച്ഛനും അച്ഛൻ്റെ അമ്മയും ഒക്കെ പോയിരിക്കുന്ന ആ മക്കൾ, ആ കുഞ്ഞുങ്ങൾ, അവരുടെ അവസ്ഥയാണ് ഏറ്റവും സങ്കടകരം. നമുക്ക് അവരുടെ വാക്കുകൾ, അവർ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ ഏറ്റവും വേദനയിലാണ്. പക്ഷേ എങ്കിൽ പോലും ആ വേദനയിലും ഈ കൊലയാളിയെ പിടിക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും പരമാവധി ശിക്ഷ, അത് വധശിക്ഷ നൽകണമെന്നാണ് ആ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയുന്നത്. നമുക്കതൊന്ന് കേട്ടതിന് ശേഷം ഞാൻ സച്ചിനിലേക്ക് വരാം. നമ്മളെ കൊല്ലില്ലെന്ന് എന്തോ ഉറപ്പ്? അപ്പൊ അയാളിനെ അതിനും കാട്ടി നല്ലത് കൊല്ലണമല്ലേ? അത് നല്ലപോലെ നടപടി സ്വീകരിച്ച് അയാളെ കൊന്നു കിട്ടിയ അത്രയും സമാധാനത്തോടെ ഇത്രയും ആശ്വാസത്തോടെങ്കിലും ഞങ്ങൾക്ക് ഇരിക്കാം. നാട്ടുകാർക്കും അതെ 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 നല്ലപോലെ ഭയം ഉണ്ടായിരുന്നു. നാട്ടുകാർക്കാണെങ്കിൽ അവിടെ ഊണുമില്ല ഉറക്കുമില്ല. അവരും പാവങ്ങൾ, അവർക്ക് എല്ലാവർക്കും നീതി കിട്ടണമെങ്കിൽ അയാൾ. ആ കുഞ്ഞുങ്ങളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവർ ആ ഭയവും ഒപ്പം തന്നെ അവർക്ക് ഇയാളെ പിടിച്ചപ്പോഴുള്ള ആശ്വാസവും ഒക്കെ അവർ പങ്കുവയ്ക്കുകയായിരുന്നു. ഒരു നാടിൻ്റെ ഒന്നടങ്കം സ്ഥിതിയാണ് ആ മക്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കാരണം എല്ലാവരും ഭയന്നിരിക്കുകയായിരുന്നല്ലോ. ഇയാളിനി ആരെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല, എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ നിൽക്കുന്നൊരു അവസരത്തിലാണ് ഈ കൊടും കുറ്റവാളി പിടിയിലായിരിക്കുന്നത്. പൊതുവിൽ നെന്മാറ, ഈ പ്രദേശം ഒരു ആശ്വാസത്തിൻ്റെ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞോ? നാട്ടുകാരുടെ രോഷമൊക്കെ അവസാനിച്ചു കഴിഞ്ഞോ? അവരാ സാഹചര്യം മനസ്സിലാക്കിയെടുത്തോ ആദ്യത്തെ ഒരു ആവേശത്തിൽ നിന്ന്? സച്ചിൻ, മനു പറഞ്ഞതുപോലെ തന്നെ ഒരു നാടാകെ ഭയത്തിലായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കഴിഞ്ഞിരുന്നത്. കാരണം നമ്മളോട് കൈരളിയോട് അടക്കം ചില അടുത്തുള്ള സ്ത്രീകളടക്കം പങ്കുവെച്ചത്, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനില്ല, മൂത്രമൊഴിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങാറില്ല, ഞങ്ങൾക്ക് പേടിയാണ്, അവൻ ഞങ്ങളെ ഈ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ്, മിനിറ്റുകൾക്ക് ശേഷമാണ് ദാരുണമായി ലക്ഷ്മിയെയും മകൻ സുധാകരനെയും ചന്താമര എന്ന കൊടും കുറ്റവാളി കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആ പ്രദേശത്തെ ചില സ്ത്രീകളോടും ഈ ചന്താമരക്ക് ശത്രുത ഉണ്ട് എന്ന കാര്യം അവിടെയുള്ള സ്ത്രീകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ ചന്താമരയുടെ ഭാര്യയുമായി ആദ്യഘട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്തൊക്കെ സൗഹൃദമുണ്ടായിരുന്ന സ്ത്രീകളോടൊക്കെയായിരുന്നു ചന്താമരക്ക് പിന്നീട് വൈരാഗ്യം വന്നത്. ഈ ചന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകാനുണ്ടായ സാഹചര്യം ഇവിടുത്തെ സ്ത്രീകളാണ് എന്ന രീതിയിൽ ചന്താമരയുടെ മനസ്സിൽ ആ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ 2019 കൊലപാതകം നടത്തിയിട്ട് പോലും ആ വീട്ടുകാരോട് ഇപ്പോഴും 6 വർഷത്തിന് ശേഷവും പക നിലനിൽക്കുന്നുണ്ടെങ്കിൽ എത്ര ക്രൂരമാണ് ആ മനസ്സ് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ ആന പോലും ഭയപ്പെട്ടു പോയിട്ടുണ്ടാവും അത്രയും കൊടും ക്രൂരൻ്റെ മുന്നിൽ എത്തിയപ്പോൾ. അതിനാൽ തന്നെ പിന്തിരിഞ്ഞു പോയിട്ടുണ്ടാവാം എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം
ഒരു കാര്യം തന്നെയാണ് നമുക്കും തോന്നുന്നത്. കാരണം അത്രയും വലിയ ക്രൂര മനസ്സിന് ഉടമയാണ് ഈ ചെന്താമര എന്ന് പറയുന്ന കൊടും കുറ്റവാളി. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നാട്ടിലുള്ള ആളുകളൊക്കെ പറഞ്ഞത് അതാണ്. കാരണം ഇയാൾ പുറത്ത് വലിയ സൗഹൃദങ്ങളോ മറ്റോ ഒന്നും സൂക്ഷിച്ചിരുന്നില്ല. വീട്ടിന് അകത്ത് തന്നെ അടച്ചിട്ടിരുന്ന് മറ്റ് വീട്ടുകാരെ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ചെന്താമരക്ക് എന്ന കാര്യം പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സുകുമാരൻ്റെ വീട് പൂർണ്ണ സമയമായി നിരീക്ഷിക്കുന്നുണ്ട്. അത് മകൾ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ സുധാകരൻ പോകുന്നതും അതേപോലെ തന്നെ അമ്മ പോകുന്നതും മക്കൾ പോകുന്നതൊക്കെ ഈ ചെന്താമര വീട്ടിന് മുന്നിൽ നിന്ന് നിരീക്ഷിക്കാറുണ്ട് എന്ന കാര്യം അവർ വ്യക്തമാക്കിയതാണ്. അവർ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിളിച്ച് താക്കീത് ചെയ്യുന്നു. കാരണം ചെന്താമര ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നത്. കാരണം നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന ഉത്തരവ് ജാമ്യ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് ചെന്താമര ഈ പോത്തുണ്ടി പ്രദേശത്തേക്ക് നെന്മാറ ഗ്രാമപഞ്ചായത്ത് പരിധിയിലേക്ക് പ്രവേശിച്ചത്. അതിനാൽ തന്നെ ജാമ്യ വ്യവസ്ഥ റദ്ദാക്കാനുള്ള ഒരു നടപടിയുമായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് നെന്മാറ SHOക്ക് സസ്പെൻഷൻ വരെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേരള പോലീസിന്റെ മികവ് കണ്ടല്ലോ. തുനിഞ്ഞിറങ്ങിയാൽ ഏത് കൊമ്പനെയും പിടിക്കാൻ കഴിയുമെന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിച്ചത് നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകൾക്കുള്ളിൽ മിനിറ്റിനാണ് പൊക്കിയത്. പക്ഷേ ആ മികവിനെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ തന്നെ ഈ സേനയിലെ ചില പുഴുക്കുത്തുകളുടെ സാന്നിധ്യമാണ് നമുക്ക് ആ സ്റ്റേഷനിൽ ഇയാൾക്ക് ജാമ്യം കിട്ടിയാൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അന്ന് കൃത്യമായി നടപടി എടുക്കാതെ പോയ പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. ഇനി ഇപ്പോൾ ഈ സസ്പെൻഷനാണ്. ഇതിനപ്പുറമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് വകുപ്പ് തല അന്വേഷണത്തിന് ശേഷം പോകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഉത്തരമേഖല IG ആണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ 2024 ഡിസംബറിൽ ഈ സുധാകരൻ്റെ മകൾ അഖിലയും ചേർന്ന് ഒരു പരാതി സമർപ്പിച്ചിരുന്നു. ചെന്താമര ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം. എന്നാൽ അതിൽ യാതൊരുവിധ കർശനമായ നടപടികളും എടുക്കാൻ വേണ്ടി നെന്മാറ SHO തയ്യാറായില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ പോലും ചെന്താമര പോലീസ് സ്റ്റേഷനിൽ ഉള്ളിലേക്ക് പോലും കയറാൻ കൂട്ടാക്കിയില്ല. പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതിൽ കാണാം നെന്മാറ SHO പുറത്ത് വന്നുകൊണ്ടാണ് ഈ ചെന്താമരയെ താക്കീത് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു തമിഴ്നാട്ടിലേക്ക് പോയിക്കൊള്ളാം, ബന്ധുക്കളുടെ വീടുണ്ട്, അതിനാൽ തന്നെ ഇനി ഈ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷവും എന്നാൽ ചെന്താമര ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. വീട്ടിനുള്ളിൽ ചെന്താമര താമസിക്കുകയായിരുന്നു. ആ വീട്ടിൽ ചെന്താമര ഒറ്റക്കാണ് ഉണ്ടായിരുന്നത്. പോത്തുണ്ടിലെ ഈ വീട്ടിൽ ഈ ഭാര്യ പിണങ്ങിപ്പോയതിന് ശേഷം ചെന്താമര മാത്രമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. ആ വീട്ടിലാണ് ചെന്താമര ഈ കോടതിയുടെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആ വീട്ടിലേക്ക് എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ സമയത്ത് പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ 2 ജീവൻ പൊലിയുകയില്ലായിരുന്നു. കാരണം ആ മേഖലയിൽ പെട്രോളിങ്ങും അതേപോലെ തന്നെ ചെന്താമരനെ കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത്തരം ഒരു ദാരുണമായ കൊലപാതകം ഒഴിവാക്കാമായിരുന്നു. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ നാട്ടുകാരും അതേപോലെ തന്നെ പോലീസ് തന്നെ ഇപ്പോൾ നടപടിയെടുത്തതിലൂടെ മനസ്സിലായിരിക്കുകയാണ്. നെന്മാറ MLA കെ ബാബുവും അത് കൃത്യമായി കഴിഞ്ഞ ദിവസം നമ്മളോട് പങ്കുവെച്ചതാണ്. കാരണം എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് സംസ്ഥാനത്തുള്ളത്. അതേപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉത്തരവും മറ്റും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൃത്യമായ നടപടികൾ, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നടപടികൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകും. അപ്പോഴും ചില പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പോലീസിനെ മുഴുവനായി അടച്ചാക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. കാരണം പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച, പോലീസ് പ്രതിയെ കണ്ടെത്തുന്നില്ല, എവിടെയാണ് ചെന്താമര എന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ മാധ്യമ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. അത് രാഷ്ട്രീയ സംഘടന, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം ഏറ്റുപിടിക്കുന്നു. വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ അതേപോലെ തന്നെ BJPയുടെ നേതാവ്
സി കൃഷ്ണകുമാർ അടക്കമുള്ളവരൊക്കെ വന്നപ്പോൾ സംസ്ഥാന സർക്കാരിനെ പോലീസിനെ ഒന്നാകെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. എന്നാൽ മണിക്കൂറുകൾ 36 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് ലോക്കപ്പിലാക്കിയിരിക്കുകയാണ്. കൃത്യമായ പഴുതടച്ച ഏതായാലും ആ പരിശോധനയിലും പഴുതടച്ച അതുപോലെ നീക്കങ്ങൾ തന്നെ നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞു സച്ചിൻ. ഏതായാലും നമുക്ക് ഇനി ഇയാളെ കോടതിയിൽ ഹാജരാക്കണം. അതിനപ്പുറം പോലീസ് മേധാവി ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് മേധാവി പറയുന്നത് കേൾക്കാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്.